നിലമ്പൂർ ടൗണിലെ മാലിന്യ നിക്ഷേപത്തിൽ കർശന നടപടികൾ എടുക്കുവാൻ തീരുമാനവുമായി നഗരസഭ. ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ അധികൃതർ മിനി ബൈപ്പാസിന് സമീപത്തെ മാലിന്യം നിക്ഷേപിച്ച സ്ഥലങ്ങൾ സന്ദർശിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലങ്ങളിലും ഇതേ സാഹചര്യമാണ് വർഷങ്ങളായി നിലനിൽക്കുന്നത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. മാലിന്യ നിക്ഷേപം തടയുന്നതിന് കടകൾക്കും മറ്റും ഉടൻ നോട്ടീസ് നൽകുമെന്നും ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം നടത്തുന്നത് കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ഉടൻ സംവിധാനം ഒരുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ IRTCക്ക് ശരിക്കും അത് നമുക്ക് STP വരാൻ വേണ്ടി, അതായത് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചത് അവർ 12 ലക്ഷം വെച്ചു. 1 കോടിക്കടുത്ത് ചിലവുണ്ട്. അതിപ്പോൾ ഇന്നലെ ഞാൻ അവരെ വിളിച്ചു. നാളെ ഇന്ന് വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി, കുറച്ചും കൂടി അതിൽ ഒരു ക്രെഡിബിലിറ്റി നാട്ടുകാർക്ക് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നാളെ അവർ നിർബന്ധമായിട്ടും വരാമെന്ന് ഞങ്ങളോട് ഏറ്റിട്ടുണ്ട്. നിയർലി 1 crore വരും. എത്ര വരും എന്ന് ഞാൻ ചോദിച്ചു. നിയർലി 1 crore എന്ന് പറഞ്ഞു. DPR റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ വന്നതിന് ശേഷം ആയതാണ്. പദ്ധതി നമുക്ക് സമർപ്പിച്ച് ഇതിൽ ഒരു ടോക്കൺ എമൗണ്ട് വെച്ചിട്ടാണ് പദ്ധതി സമർപ്പിക്കുന്നത്. പിന്നെ ആവശ്യമുള്ള ഫണ്ട്, കാരണം കുറച്ച് ഫണ്ട് കുറവല്ലേ, അത് CFC ഫണ്ട് വരുമ്പോൾ 50% അതിലേക്ക് മാറ്റി വയ്ക്കുക, കുടിവെള്ളവും പിന്നെ മാലിന്യ സംസ്കരണവും. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലാത്ത തനത് ഫണ്ടോ അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടോ അതിലേക്ക് മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതാണ് ഞാനത് വിശദമായിട്ട് പറയാം പിന്നീട് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എത്രയും നമുക്കിപ്പോൾ പറയണമെങ്കിൽ എത്ര ചിലവ് വന്നോ, എത്ര ചിലവ് വന്നാലും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അവർ പണി തുടങ്ങുന്ന വേഗത്തിൽ കഴിയുന്നത്ര വേഗത്തിൽ തുടങ്ങാനും അതുപോലത്തെ ഈ വേസ്റ്റ് മാറ്റാൻ വേണ്ടി ബന്ധപ്പെട്ട എല്ലാ കടക്കാരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കടകൾക്ക് ആദ്യം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യാതിരിക്കേണ്ട. ഇനി ഒന്നും കൂടി അടിയന്തരമായിട്ട് ശരിക്കും അതിൻ്റെ നിയമപരമായിട്ടുള്ള അത് വെച്ച് പണിഷ്മെൻ്റ് ആണ് ശരിക്കും അവർക്ക് നൽകേണ്ട. അതെങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് പിന്നെ നീക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. അതേസമയം അവർക്ക് ഇനി ഇടാതിരിക്കാനുള്ള നടപടി ഓണർ അതേപോലെ ഇതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറയോ അല്ലെങ്കിൽ അതുപോലെ തട്ടികൾ എന്തെങ്കിലും വെച്ച് മറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് ഇനി അതിൽ തട്ടാതിരിക്കാനുള്ള ഏർപ്പാട് ഓണറോടും ആവശ്യപ്പെടും. ഇതാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുക. മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുമെന്നും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് നടപ്പിലാക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കൂമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലങ്ങൾ സന്ദർശിച്ചത്. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.